ഹായ് വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഞാൻ കാശി യാത്രയുടെ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ മുതൽ കുറേ പേര് ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ യാത്രയുടെ ഡീറ്റെയിൽസ് പറയണം, അങ്ങനെ പല 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 ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പം ആ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരവുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എല്ലാത്തിൻ്റെയും ഞാൻ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ തൊട്ടുള്ള കമൻസിൽ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പം അതാണ് ഈ വീഡിയോ. അപ്പം ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാവില്ല. ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്കും ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആവും എന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ ഡൗട്ടായിരുന്നു എങ്ങനെയാണ് ആ ഒരു സോളോ ട്രാവൽ എക്സ്പീരിയൻസ്. അപ്പം അത് ആദ്യം പറയാം. എൻ്റെ സോളോ ട്രാവൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഒറ്റയ്ക്കുള്ള ഒരു യാത്ര നടത്തുന്നത്. പിന്നെ കുറേ പേര് എൻ്റെ വീഡിയോ കണ്ടിട്ട് സോളോ ട്രാവൽ ആണെങ്കിലും പിന്നെ എങ്ങനെയാണ് വീഡിയോ എടുത്തു തരുന്ന ആരാണ് ഇതൊക്കെ ചോദിച്ചിരുന്നു. അതൊക്കെ ഞാൻ പറയാം. എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അത് എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ അത് പലരുടെയും അത് എങ്ങനെയാണ് അങ്ങനെ ഡൗട്ട് വരുന്നതെന്നൊക്കെ വെച്ചാൽ സോളോ ട്രാവലാന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് വീഡിയോ എടുത്തു തരാൻ ആളുണ്ടല്ലോ കൂടെ. ഞാൻ അതിനകത്തും ആ വീഡിയോയിലും പറഞ്ഞിരുന്നു എൻ്റെ കൂടെ ഗൈഡുണ്ട് എന്നൊക്കെ ഞാൻ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. പിന്നെ വല്ലാത്ത ഡൗട്ടുകളും കുറേ പേർക്കുണ്ട്. ഞാൻ കള്ളം പറഞ്ഞതാണോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പല പല ഡൗട്ടുകളുണ്ട്. അതെന്താ അങ്ങനെ ഡൗട്ട് വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിവേ സോളോ ട്രാവൽ ആയിരുന്നു. സോളോ ട്രാവൽ എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നു. ഞാനൊരു ഗ്രൂപ്പിൻ്റെ കൂടെ അല്ല പോയത്. ഗ്രൂപ്പ് ട്രാവലായിട്ടും പോകാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെയും കാശി പോകാവുന്നൊരു സ്ഥലമാണ്. കാരണം കാശി വാരണാസി ഒക്കെ എല്ലാവർക്കും പോകണം, വൺസ് ഇൻ എ ലൈഫ് ടൈം പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. അത് എനിക്ക് 2-3 വീഡിയോയുടെ കമൻസ് കണ്ടപ്പം മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ. കാരണം ഒത്തിരി പേർക്ക് എപ്പോഴെങ്കിലും എനിക്കൊന്ന് പോകണം എന്ന് ആഗ്രഹമുള്ളൊരു സ്ഥലമാണ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കമൻസ് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അത് അത്രയും ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമൊന്നും അല്ല, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സ്ഥലമല്ല, അങ്ങനെ നമുക്ക് ഒത്തിരി കാശ് ഉണ്ടാക്കിയിട്ട് പോകാം എന്ന് വിചാരിക്കേണ്ട ഒരു സ്ഥലമല്ല. പല റേഞ്ചിൽ നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ച് അവരവരുടെ ഇതനുസരിച്ച് പല റേഞ്ചിൽ നമുക്ക് സ്റ്റേ ചെയ്യാം, പല രീതിയിൽ പോവുകയും ചെയ്യാം. അപ്പം അങ്ങനെ നീട്ടി വെക്കേണ്ടി ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നില്ല. ആഗ്രഹം ഉണ്ടെങ്കിൽ പോകണം. നമ്മുടെ ആഗ്രഹങ്ങളൊന്നും വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് ഞാൻ പറയാൻ കാരണം കാശി എന്ന് പറഞ്ഞാൽ ഒത്തിരി നടക്കേണ്ട ഒരു സ്ഥലമാണ്. എല്ലായിടത്തും നമുക്കിങ്ങനെ വണ്ടിയിൽ പോവുക അങ്ങനെയൊന്നും പോസിബിൾ അല്ല. അപ്പം ആരോഗ്യമുള്ള സമയത്ത് പോകാൻ ശ്രമിക്കുക. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്ന ഒരാളാണ് ആക്ച്വലി. കുറച്ചുകൂടി പ്രായമായിട്ട് എന്നോട് ഇങ്ങനെ എപ്പോഴോ ആരോ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട് തന്നെ ചോദിച്ചിട്ടുണ്ട് കാശിയിൽ പോകാൻ വരുന്നോ എന്ന്. എൻ്റെ ഫ്രണ്ട് ഒരിക്കൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ആ പുള്ളിക്കാരോട് തന്നെ പറഞ്ഞു, ഇപ്പോഴൊന്നുമില്ല, ഞാൻ കുറച്ചുകൂടി പ്രായമായിട്ടേ കാശിയിൽ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ ഒരാളാണ് ഞാനും. പക്ഷെ ഇതെന്ന് പറയുന്നത് ഞാനൊരു 2 വീക്സിനകം സഡൻലി എടുത്ത ഡിസിഷനാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് എനിക്കൊരു കോളിംഗ് പോലെ വന്ന് എനിക്ക് പോയേ പറ്റുള്ളൂ. എന്നെ ശിവന്റെ ഒരു കോളിംഗ് എന്ന് പറയത്തില്ല, നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ മനസ്സിലാവും. നമുക്കൊരു ഇപ്പം എനിക്ക് അവിടെ പോകണം എന്നുള്ള അത്രയും അധികമായ ഒരു തോന്നൽ വന്നിട്ടാണ് ഞാൻ പോയത്. അവിടെ മെയിനായിട്ടും സൈക്കിൾ റിക്ഷ, ഓട്ടോറിക്ഷയാണ് ഒക്കെ ഉള്ളത്. സൈക്കിൾ റിക്ഷയിൽ കയറണമെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് പോകണം. കാരണം പിന്നെ ഈ സൈക്കിൾ റിക്ഷയും ഓട്ടോറിക്ഷയും ഒക്കെ നമ്മൾ എത്തേണ്ട സ്ഥലം വരെ ഒന്നും ഉണ്ടാവില്ല. ഓട്ടോറിക്ഷയൊക്കെ പകുതി സ്ഥലം വരെ കൊണ്ടുവിടുകയുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് നടക്കാനുണ്ടാവും. അപ്പം നടക്കാനുള്ള ആരോഗ്യം വേണം അവിടെ ചെല്ലണമെങ്കിൽ. ഒരുപാട് ഞാൻ ആ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ഒരു ദിവസം എനിക്ക് തോന്നുന്നു കിലോമീറ്റർ എത്രയൊന്നും എനിക്കറിയില്ല, ഒത്തിരി നടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അത്രയും നടന്നിട്ട് തന്നെ ഞാൻ എൻ്റെ കാലിനൊക്കെ ഈ മുട്ട് പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ എൻ്റെ കാലിന് നീരും ഒക്കെ ആയിരുന്നു. അത് ഞാൻ വൈകുന്നേരം റെസ്റ്റ് എടുത്ത്. കാരണം ഞാൻ ഒറ്റയ്ക്ക് പോയതുകൊണ്ട് തന്നെ എൻ്റെ പേസിനനുസരിച്ച് എനിക്ക് ട്രാവൽ ചെയ്യാം. എനിക്ക് ഒരു ഗ്രൂപ്പ് ടൂർ ഒന്നും ഞാൻ പ്രിഫർ ചെയ്യുന്ന സംഭവമല്ല. കാരണം ഗ്രൂപ്പ് ടൂർ ആണെങ്കിൽ നമ്മുടെ അവരുടെ ഒരു ഇതിനനുസരിച്ച് പോകണം. അപ്പം എനിക്കത് പറ്റുന്നൊരു കാര്യമായിരുന്നില്ല. കാരണം എൻ്റെ ആരോഗ്യത്തിനനുസരിച്ച് പോകണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയാലേ ശരിയാവുള്ളൂ. പിന്നെ എന്തുകൊണ്ട് ഒറ്റയ്ക്ക് പോയി, എന്തുകൊണ്ട് മുരളിയേട്ടനെ കൊണ്ടുപോയില്ല എന്ന് ചോദിച്ചാൽ, മുരളിയേട്ടൻ അത്രയും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളൊന്നും അല്ല. പിന്നെ എനിക്ക് കൂട്ടിന് വേണമെങ്കിൽ മുരളിയേട്ടൻ വന്നേനും, അത്രേ ഉള്ളൂ. എനിക്ക് കൂട്ടിന് വരാമെന്ന് മുരളിയേട്ടൻ പറഞ്ഞതുമാണ്. പക്ഷെ മുരളിയേട്ടൻ അത്രയും ഒരു സ്പിരിച്വൽ പേഴ്സൺ ഒന്നുമല്ല. മുരളിയേട്ടനെ വെറുതെ അവിടെ കൊണ്ടുപോയി എൻ്റെ കൂട്ടനായിട്ട് വെറുതെ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. എനിക്കൊരാഗ്രഹം ഒറ്റയ്ക്ക് പോയി എനിക്ക് പറ്റുമോ ഇല്ല. കാരണം എല്ലാവർക്കും ടെൻഷനായിരുന്നു, മുരളിയേട്ടന് ടെൻഷൻ ഇല്ലായിരുന്നു. മുരളിയേട്ടന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എനിക്ക് പോകാൻ പറ്റും, നീ പോയിട്ട് വാ എന്നുള്ള ധൈര്യം തന്നത് മുരളിയേട്ടനാണ്. പക്ഷെ ബാക്കി എല്ലാവർക്കും ടെൻഷനായിരുന്നു, എനിക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ എനിക്ക് തന്നെ പോയിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ കോൺഫിഡൻസ് തന്നെ കൂടും. നമ്മളെ കൊണ്ട് ഇത് പറ്റും. കാരണം ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് പോകുന്നത് വരെ എനിക്ക് ആക്ച്വലി ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അന്നത്തെ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും നല്ല ടെൻഷൻ തുടങ്ങി.
അയ്യോ ഞാൻ എങ്ങനെ ഇതൊക്കെ ഒപ്പിക്കും എന്നുള്ളത്. പക്ഷെ മുരളിയേട്ടൻ എനിക്ക് നല്ല ധൈര്യം തന്ന് നീ പോയിട്ട് വാന്നും പറഞ്ഞ് വിട്ടത്. പക്ഷെ അവിടെ ചെന്ന് കാല് കുത്തിയ നിമിഷം തൊട്ട് നമുക്ക് അസാമാന്യമായ ഒരു ധൈര്യം ഫീൽ ചെയ്യും. അത് വേറെ കാര്യം. കാരണം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അവിടെ കാശി, ഭൈരവൻ, ശിവൻ ഒക്കെ ഉണ്ടാവും. നമുക്ക് അങ്ങനെ എപ്പോഴും കാശി എന്ന് പറയുന്ന എല്ലാവർക്കും എന്തിനാണ് ആ ഒരു പേടിക്കേണ്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ സേഫ്റ്റി ഇഷ്യൂ, ഇവിടെയും ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അവിടെ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്, അവിടെ ഇങ്ങനെ ഒത്തിരി അഘോരിമാരുള്ളതല്ലേ, പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ വരുന്നതല്ലേ, അതും ഒത്തിരി പേരുടെ കൺസേൺ ആണ്. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ്, അവിടെ ഒരു സേഫ്റ്റി ഇഷ്യൂസും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഒത്തിരി പാദയാത്രയ്ക്കും ഒന്നും ഒറ്റയ്ക്ക് ഈ അവിടെ ഫുള്ളി ഗല്ലികളാണ്, ചെറിയ ചെറിയ റോഡുകൾ. അപ്പം ഒരുപാട് ലേറ്റ് നൈറ്റിൽ ഗല്ലികളിലൂടെ ഇറങ്ങി നടന്നാലുള്ള എക്സ്പീരിയൻസ് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയൊന്നും ഒത്തിരി ലേറ്റ് നൈറ്റിൽ ഒറ്റയ്ക്ക് ഇറങ്ങി നടന്നില്ല. പക്ഷേ ഒരു 9-10 മണി വരെയൊക്കെ അങ്ങനെ വഴിയിലൊക്കെ നല്ല തിരക്കാണ്. നമ്മൾ ഈ ഇടുങ്ങിയ വഴിയിലൂടെ ഇവിടെ ഒറ്റയ്ക്ക് ഇറങ്ങി നടന്നാലും അതൊരു സേഫ്റ്റി കൺസേൺ തന്നെയല്ലേ. പിന്നെ ഇവിടെ ഉള്ള ഒരു സേഫ്റ്റി ഇഷ്യൂ തന്നെ എല്ലായിടത്തും ഉള്ളൂ. അതിന് നമ്മൾ കാശിയിൽ പോയാലും അവിടെ ഭയങ്കര സേഫ്റ്റി അങ്ങനെ ഒന്നുമില്ല. എല്ലായിടവും ഒരേപോലെയൊക്കെ തന്നെയാണ്. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ പിന്നെ അങ്ങനെ യാത്ര ചെയ്യുന്നതിന് അങ്ങനെ ഞാൻ ദൂരോട്ടുള്ള സ്ഥലങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ വെളിയിലോട്ടുള്ള സ്ഥലങ്ങൾ എനിക്ക് അറിയില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല. ഞാൻ കാശിയെ പറ്റിയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അവിടെ ഒരു സേഫ്റ്റി ഇഷ്യൂ ഇല്ല ഒറ്റയ്ക്ക് സ്ത്രീകൾക്ക് ട്രാവൽ ചെയ്യുന്നതിന്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോയിട്ട് വരാം. പക്ഷെ രാത്രിയിലൊന്നും ഒറ്റയ്ക്ക് ഗല്ലികളിൽ ഇറങ്ങി നമ്മൾ അങ്ങനെ നടന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ പോയതെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഞാൻ ഫ്ലൈറ്റിലാണ് ട്രാവൽ ചെയ്തത്. ഫ്ലൈറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു 4 hours എത്തും. ഡയറക്റ്റ് ഫ്ലൈറ്റാണ്. ബാംഗ്ലൂർ വഴി ടച്ച് ചെയ്ത് പോകും. പക്ഷേ ബാംഗ്ലൂർ നമ്മൾ കൊച്ചിൻ എന്നുള്ള കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റാണ്. ഇവിടുന്ന് ബാംഗ്ലൂർ ഇറങ്ങേണ്ട കാര്യമില്ല. ബാംഗ്ലൂർ വഴി ടച്ച് ചെയ്ത് പോകും. അതിന് ഫ്ലൈറ്റിന് 1 way അറൗണ്ട് 6,000 ആണ്. ട്രെയിനും ഉണ്ട്. ട്രെയിനാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെൻസ് കുറച്ച് പോകണമെങ്കിൽ ട്രെയിൻ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് എല്ലാ സാറ്റർഡേയ്സുമാണ് ട്രെയിനുള്ളത്. സാറ്റർഡേ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ ട്യൂസ്ഡേ അവിടെ എത്തും. ഓൾമോസ്റ്റ് 50 hours ജേർണിയാണ് ട്രെയിനിൽ. അപ്പം ഒറ്റയ്ക്ക് പോകുമ്പോൾ ട്രെയിൻ അങ്ങനെ പരിചയമുള്ളവർക്ക് പോകും. അല്ലെങ്കിൽ നിങ്ങളൊരു 3-4 പേരുമായിട്ടൊക്കെ പോകുന്നെങ്കിൽ ട്രെയിൻ കുഴപ്പമില്ലായിരിക്കും. ഒറ്റയ്ക്ക് എനിക്ക് ട്രെയിനിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് പറയാനറിയില്ല. ട്രെയിൻ അങ്ങനെ ഉണ്ട്. അപ്പം എക്സ്പെൻസ് നോക്കണമെങ്കിൽ അങ്ങനെ പോകാം. പിന്നെ ഞാൻ സ്റ്റേ ചെയ്തത് അവിടെ അസീഘട്ടിൻ്റെ തൊട്ടടുത്തുള്ള ബനാറസ് ഹവേലി എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലിലായിരുന്നു. ആ ഹോട്ടലും സേഫ് ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഒരു പ്രശ്നവുമില്ല. ഞാൻ ഈവനിങ് വന്നിട്ടൊക്കെ റൂമിലോട്ടൊക്കെ ഫുഡ് ഓർഡർ ചെയ്തിരുന്നു, കഴിച്ചിരുന്നു. ഒരു പ്രശ്നവുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പാക്കേജ് എടുത്തത്. അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ് കേട്ടോ. അസീഘട്ടിൻ്റെ തൊട്ടടുത്തുള്ള അത്യാവശ്യം നല്ല വെച്ചാൽ ഭയങ്കര ഹൈഫൈയും അല്ല, ഓക്കെ നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു. അതല്ലാതെ അവിടെ അല്ലാതെയും ഇങ്ങനത്തെ ചെറിയ ഇതിലായിട്ട് നല്ല നീറ്റായിട്ടുള്ള സ്ഥലങ്ങൾ ഞാൻ വീഡിയോസൊക്കെ കണ്ടായിരുന്നു. നമുക്ക് ഷെയറിങ് ഒക്കെ ലേഡീസുമായിട്ട് പറ്റുമെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളും നല്ല നീറ്റായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പം ഞാൻ താമസിച്ച സ്ഥലം ഇതാണ്. എനിക്കതേ അറിയുള്ളൂ. എനിക്കങ്ങനെ ഷെയറിങ് ഒന്നും നമുക്ക് ഈ ഇതിൽ കൊച്ചു പെൺപിള്ളേരൊക്കെയാണ് പോകുന്നെങ്കിൽ അങ്ങനെ താമസിക്കുന്നതും നല്ലതാണ്. എക്സ്പെൻസ് കുറച്ച് ട്രൈ ചെയ്യണമെങ്കിൽ. ഇതിൻ്റെ ബനാറസ് ഹവേലി പെർ ഡേ ഞാനിവിടെ എഴുതി കാണിക്കാം കേട്ടോ. എനിക്ക് റൂം റെൻ്റ് ഓർമ്മയില്ല. ഞാനിവിടെ താഴെ എഴുതി കാണിക്കാം. ഓക്കെ. പിന്നെ ഞാൻ ഗൈഡ് ഉണ്ടായിരുന്നു എനിക്ക് അവിടെ. ലേഡി ഗൈഡായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ എങ്ങനെയാണ് കിട്ടിയെന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. എനിക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് തന്നെ കിട്ടിയതാണ്. ലേഡി ഗൈഡ്സിന് വാരണാസി എന്ന് സെർച്ച് ചെയ്ത് 1-2 പേരുടെ പേര് കിട്ടി. അപ്പം മറ്റേ ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പം അത് കുറച്ചുകൂടെ ഫേമസ് ആയിട്ടൊരാളാണ് മറ്റേ ആൾ. കാരണം ഒത്തിരി ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സും ഒത്തിരി റിവ്യൂസും. അപ്പം ഒത്തിരി ഫേമസ് ആയിട്ടൊരാളുടെ അടുത്ത് പോകുമ്പോഴത്തേക്കും ചിലപ്പം നമ്മളെ ഒറ്റയ്ക്ക് എല്ലായിടത്തും നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുപോകണം എന്നല്ല, ചിലപ്പം 2-3 പേരായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ അത്രയും ഫേമസ് അല്ലാത്ത ഒരാളെ സെലക്ട് ചെയ്തു. അപ്പം എൻ്റെ ഗൈഡിൻ്റെ പേര് ദീപ എന്നാണ്, DIPA ദീപ. ദീപയുടെ കോണ്ടാക്ട് നമ്പറും ഞാൻ ഇവിടെ കൊടുക്കാം. എൻ്റെ എക്സ്പീരിയൻസിൽ ദീപ നല്ലൊരു ഗൈഡായിരുന്നു. കാരണം എൻ്റെ
പ്രിഫറൻസ് അനുസരിച്ച് എനിക്ക് വേണ്ട സ്ഥലങ്ങളെല്ലാം കാണിച്ചു തന്നു. ദീപയും കുറേ അമ്പലങ്ങൾ ഇവിടെ പോയാൽ നല്ലതാണ്, അവിടെ പോയാൽ നല്ലതാണ്, ഓരോ അമ്പലത്തിനും സിഗ്നിഫിക്കൻസ് അവിടുത്തെ ഇത് ഒക്കെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതല്ലാതെ എനിക്ക് പോകേണ്ട സ്ഥലങ്ങൾ ഞാൻ സജസ്റ്റ്, എനിക്കിപ്പം മണികർണിക ഘട്ട് എനിക്ക് പോകണം, എനിക്ക് കാണണം, ബോട്ട് എനിക്ക് പ്രൈവറ്റ് ബോട്ടാണ് വേണ്ടിയെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ എനിക്കിതേപോലെ അസീഘട്ടിലെ മോർണിംഗ് ആരതി എനിക്ക് ഫ്രണ്ടിലിരുന്ന് തന്നെ കാണണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് ബുക്ക് ചെയ്ത് തന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണ്ടത് നമ്മൾ അങ്ങോട്ടും കൂടെ പറയണം. അപ്പോൾ അതനുസരിച്ച് ചെയ്ത്, അല്ലാതെ പുള്ളിക്കാരിയുടേതായ രീതിയിൽ നമ്മളെ കാണിച്ചിട്ട്, അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് സജസ്റ്റ്. അല്ലാതെ ഇപ്പം ദശാശ്വമേധ് മംഗളാരതി ഈവനിങ് ഉണ്ട്, അപ്പം അത് ബോട്ടിൽ നിന്ന് തന്നെ, പക്ഷേ ബോട്ടിൽ നിന്ന് തന്നെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണണമെന്ന് പറഞ്ഞിരുന്ന കാരണം ഞാനത് ബോട്ടിൽ നിന്ന് തന്നെ എനിക്ക് അല്ലാതെ കാണണം, പക്ഷെ ദീപ അത് ബോട്ടിൽ നിന്ന് തന്നെ ഫ്രണ്ടിൽ നിന്ന് കാണിച്ചത്. അപ്പം ഞാൻ പ്രത്യേകം പറഞ്ഞു അസീഘട്ട് ആരതി എനിക്ക് ബോട്ടിൽ നിന്ന് വേണ്ട, നേരെ അവിടെ നിന്ന് തന്നെ ഫ്രണ്ടിൽ നിന്ന് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് അറേഞ്ച് ചെയ്ത് ബുക്ക് ചെയ്തത്. അപ്പം നമുക്ക് ഗൈഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. കാരണം നമുക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഇതേപോലെ മംഗളാരതി ഫ്രണ്ടിൽ ഇരുന്ന് കാണാൻ, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് സ്റ്റെപ്പ് ഇരുന്നൊക്കെ കാണേണ്ടി വരും. ഇപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ ഇരുന്ന് കാണാനൊക്കെ ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ അവർക്കത് ബുക്ക് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. പിന്നെ ബാക്കി റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്കൊരു കൂട്ടുണ്ടല്ലോ, ഈ റിക്ഷാക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കും. ചില റിക്ഷാക്കാർ ഇതേപോലെ വില പേശുമ്പം ആദ്യം തന്നെ ചിലപ്പോൾ 500 പറയും, അവരുടെ ഹിന്ദിയിലാണ് കേട്ടോ പറയുന്നത്, 500 പറയും. അപ്പം ദീപ പറയും ഇല്ല 500 ആണെങ്കിൽ പോയില്ല. പിന്നെ അത് കഴിഞ്ഞ് വേറെ റിക്ഷാക്കാർ, അങ്ങനെ ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ നമ്മളെ പറ്റിക്കാതെ നമുക്ക് അങ്ങനെ പോകാൻ പറ്റും. പറ്റിക്കുന്നല്ല, ചിലപ്പോൾ ഈ റിക്ഷാക്കാർ ഓട്ടോറിക്ഷക്കാരൊക്കെ വില കൂടുതൽ പറയും. അങ്ങനെ ദീപയുടെ എനിക്ക് വന്ന പെർ ഡേ റേറ്റ് 1500 ഒരാൾക്കാണ് കേട്ടോ. ഇപ്പം 3 പേരായിട്ടാണ് പോകുന്നെങ്കിൽ ഓരോരുത്തർക്ക് 1500 ആണെന്നാണ് എൻ്റെ അറിവ്. ഒരാൾക്ക് 1500 പെർ ഡേ. പക്ഷെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അങ്ങനെ ഫുൾ ഒരു 7-8 മണിക്കൂറല്ല കേട്ടോ, എനിക്ക് തോന്നുന്നൊരു 4-5 മണിക്കൂർ അത്രേ ഉള്ളൂ. കാരണം ഞാനിപ്പോൾ രാവിലെ പോയി, മിക്കതും ഏർലി മോർണിംഗ് അവിടെ സ്റ്റാർട്ടാവും. അപ്പം ഞാനിപ്പോൾ ഒരു ദിവസം ഒരു രാവിലെ 5 മണിക്ക് ഇറങ്ങിയെന്ന് വെച്ചു, തിരിച്ചൊരു 11 മണി വരെ, അല്ല 3-4 മണിക്കൂറല്ല, ഒരു 5-6 മണിക്കൂറുണ്ട് കേട്ടോ. തിരിച്ചൊരു 7 മണിക്ക് തിരിച്ചെത്തും, പിന്നെ ഒരു വൈകുന്നേരം ഇറങ്ങും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം മൊത്തം ഒരു 5-6 മണിക്കൂർ ഒരു ദിവസം, അങ്ങനെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അങ്ങനെ ഒരു കണ്ടിന്യൂസ് സംഭവം ആയിരുന്നില്ല. ഇനി അങ്ങനെ പോകണമെങ്കിൽ അവിടെ അതാ ക്ലൈമറ്റ് അനുസരിച്ചിരിക്കും. അവിടെ വാരണാസിയിലെ മെയിൻ അവിടുത്തെ ഒരു സീസൺ എന്ന് പറയുന്നത് സെപ്റ്റംബർ തൊട്ട് മാർച്ച് വരെ ആണ് മെയിനായിട്ട് വാരണാസിയിലെ ആ ഒരു നമുക്ക് പോകാൻ പറ്റിയ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ തൊട്ട് മാർച്ച് വരെയാണ് കേട്ടോ. സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ അവിടെ കുറച്ച് തണുപ്പൊക്കെ ആയിരിക്കും. ആ സമയത്ത് പോകുമ്പം നമ്മൾ കുറച്ചൊരു ഷോള് വിൻ്റർ വെയർ അങ്ങനത്തെ തണുപ്പ് സമയമായിരിക്കും. ഞാൻ പോയപ്പോൾ തണുപ്പൊന്നുമില്ലായിരുന്നു, ക്ലൈമറ്റ് ഒരു നട്ടുച്ചയ്ക്കൊക്കെ ഇറങ്ങിയാൽ കുറച്ച് ചൂട്. ഇപ്പം ഇവിടുത്തെ ഇത്രയും ചൂടില്ല, എന്നാലും രാവിലെയൊക്കെ തണുപ്പാണ്. അങ്ങനെ ഒരു മാർച്ചിലൊക്കെ ഈ സമയത്ത് കുറച്ച് നല്ല ചൂടായിരിക്കും. ഏപ്രിലൊന്നും അധികം പോകാതിരിക്കുന്നതല്ല. ഇനി നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിലൊക്കെ പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ജൂൺ ജൂലൈ സമയത്തൊക്കെ അവിടെ നല്ല മഴയായിരിക്കും. അത് ഞാൻ പറഞ്ഞില്ലേ, അവിടെ പൊതുവെ ഈ സമയത്തൊന്നും മഴ പെയ്യാറില്ല. നന്ദുവിൻ്റെ പൂജ കഴിഞ്ഞപ്പോൾ മഴ പെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ജൂൺ ജൂലൈ സമയത്താണ് അവിടെ മഴ പെയ്യുന്നത്, ഈ സമയത്ത് മഴ പെയ്യാറില്ല. അപ്പോൾ ഞാൻ മിക്ക ഡീറ്റെയിൽസും പറഞ്ഞു എന്ന് തോന്നുന്നു. ഗൈഡിൻ്റെ റേറ്റ്, ഗൈഡിൻ്റെ പേരും നമ്പറും കൊടുത്തേക്കാം. പിന്നെ ഹോട്ടല്, സേഫ്റ്റി ഇഷ്യൂ എല്ലാം പറഞ്ഞു. പിന്നെ കുറച്ച് കമൻസ് കണ്ട് അവിടെ ഇങ്ങനെ നീറ്റ്നെസ് പ്രശ്നമുണ്ട്. അങ്ങനെ ഇപ്പോൾ ഭയങ്കര ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് നമ്മുടെ ഇന്ത്യ ഒട്ടാകെ അത്രയും ആളുകൾ വരുന്നൊരു സ്ഥലമാണ്. അപ്പം നമ്മളിങ്ങനെ പുറത്തെ ഒരു രാജ്യത്തെ കാണുന്ന പോലെ അത്രയും നീറ്റ്നെസ് അവിടെ എക്സ്പെക്റ്റ് ചെയ്യരുത്. പിന്നെ ഞാൻ കണ്ടായിരുന്നു അവിടെ ഉച്ച സമയത്തൊക്കെ അവിടെ ക്ലീൻ ചെയ്യാൻ ആളുകളുണ്ട്. ഒരു ദിവസം ഒരു സമയത്ത് അവരവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. പക്ഷെ വരുന്ന ആളുകൾ തന്നെയാണ് ഈ വൃത്തികേടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന ആളുകളും അവിടെ ഈ ഓരോ ഗംഗയിൽ കുളിക്കുന്ന ആളുകളും ഒക്കെ തന്നെയാണ് അവിടെ ഇങ്ങനെ വൃത്തികേടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവർ ഒരു ദിവസം ഒരു പർട്ടിക്കുലർ ടൈമിൽ അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്, അത് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ആളുകൾ വൃത്തികേടാക്കുന്നുണ്ട്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അതിന് ഇപ്പം നമ്മൾ അങ്ങനെ ഭയങ്കര നീറ്റ്നെസ് ഒന്ന് നോക്കാൻ പോയാലും അങ്ങനെ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ എന്താണോ അവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോയത് അത് എക്സ്പീരിയൻസ് ചെയ്യുക, അതിൽ ഫോക്കസ് ചെയ്യുക. നീറ്റ്നെസ് അങ്ങനെയൊക്കെ വിചാരിച്ചാൽ നമ്മൾ ആരൊക്കെ ഡിസ്റ്റർബ്ഡ് ആവും. ഇപ്പോൾ വാരണാസിയുടെ ആ ഒരു അത്രയും തിരക്കിലും അത്രയും ബഹളത്തിലും നമുക്ക് ആ ഒരു കാംനെസ്, ആ ഒരു എനർജി, ആ ഒരു ശാന്തത അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയാൽ അതാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ഡിവൈൻ ഫീലിംഗ്. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം അവിടെ പോയി. അല്ലാതെ അവിടെ ചെല്ലുമ്പോൾ ഇത് നീറ്റല്ലോ, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കാൻ പോയാൽ കംപ്ലീറ്റ് ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ ആ ചിന്തകളോട് മൈൻഡ് ഫോക്കസ് ചെയ്യാതിരിക്കുക. എന്തിനാണോ അവിടെ പോയത് അത് ഫീൽ. നമ്മളിപ്പോൾ ഒരു ടൂർ പോയതല്ല, നമ്മളിപ്പോൾ ഒരു
ടൂർ പോയി നമ്മൾ റിലാക്സ് ചെയ്യാനായിട്ട് റിസോർട്ടിൽ പോയി. ആ റിസോർട്ടിൽ പോകുമ്പോൾ റിസോർട്ട് നീറ്റ് അല്ലെങ്കിൽ നമുക്ക് തോന്നും, വൃത്തികേടായിട്ട് തോന്നും. കാരണം നമ്മളവിടെ റിലാക്സ് ചെയ്യാനാണ് പോയത് അല്ലേ. ഇതിപ്പം ഒരു റിലാക്സ് ചെയ്യാനായിട്ടോ ടൂർ എക്സ്പീരിയൻസിനോ വേണ്ടി അല്ലല്ലോ ആരും കാശി വാരണാസിയൊക്കെ ട്രാവൽ ചെയ്യുന്നത്. ആ ഒരു ഡിവൈൻ എക്സ്പീരിയൻസും ആ ഒരു എനർജിയും അവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാനല്ലേ. അപ്പം അതിൽ ഫോക്കസ് ചെയ്ത് പോയാൽ ബാക്കി നീറ്റ്നെസ്സും ബഹളവും തിരക്കും ഒന്നും അല്ലാതെ തോന്നും. അവിടുത്തെ എനർജി മാത്രമായിരിക്കും നമ്മൾ ആ ഒരു റിസീവിങ് ഓപ്പൺ മൈൻഡിൽ പോവുക, റിസീവ് ചെയ്യാൻ റെഡി ആയിട്ട് പോവുക. അപ്പം നമുക്ക് ആ റിസീവ് ചെയ്യാൻ പറ്റും എല്ലാ എനർജിയും അവിടുത്തെ ആ ഒരു ശിവഭഗവാന്റെ. കാരണം അവിടെ ഫുൾ അത്രയധികം അമ്പലങ്ങളാണ്, ഒരുപാട്. അച്ഛൻ പറഞ്ഞായിരുന്നു, അച്ഛൻ പണ്ട് 1950 സമയത്ത് പോയപ്പോഴത്തേക്കും അവിടെ ഇത്രയധികം അമ്പലങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഇവിടെ ഒരുപാട് കുറെ അമ്പലങ്ങളൊക്കെ ഈ സ്വയംഭൂ അങ്ങനെ തന്നെ വന്ന ഇതാണെന്നാണ് എൻ്റെ ഗൈഡ് പറഞ്ഞത്, ദീപ പറഞ്ഞത്. അപ്പം അത്രയും എനർജിയാണ് അവിടുത്തെ ഓരോ ശിവലിംഗങ്ങൾക്കും. കാരണം കുറേയൊക്കെ തന്നെ വന്ന് അങ്ങനത്തെ ഒരുപാട് എനർജി ഫീൽ ചെയ്യുന്ന ശിവലിംഗങ്ങളാണ്. അപ്പം ആ എനർജി റിസീവ് ചെയ്യാനായിട്ട് നമ്മൾ ഓപ്പൺ മൈൻഡിൽ പോവുക, ബാക്കി കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്കറിയാലോ, ഞാൻ കുറച്ച് വൃത്തിയൊക്കെ ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ വീട്ടിലെ ഡെയിലി വ്ളോഗ്സ് ഒക്കെ കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്നുണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു. പക്ഷെ കാശിയിൽ പോകുന്ന നേരത്ത് ഞാൻ എൻ്റെ വൃത്തി ആസ്പെക്റ്റ് ഒക്കെ മാറ്റി വെച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. അവിടുത്തെ ഒരു ഡിവൈൻ എക്സ്പീരിയൻസും എനർജിയും ഒക്കെ റിസീവ് ചെയ്യാനായിട്ട് ആ ഒരു റിസീവിങ് എൻഡിലോട്ടാണ് ഞാൻ പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടുത്തെ ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ, പോസിറ്റീവ് എനർജിയൊക്കെ കംപ്ലീറ്റ് റിസീവ് ചെയ്യാൻ പറ്റി. ബാക്കി ഒന്നിലോട്ടും എൻ്റെ ഫോക്കസ് പോയില്ല. അപ്പം അങ്ങനെ വേണം നമ്മൾ അങ്ങനത്തെ സ്ഥലങ്ങളിലോട്ട് ട്രാവൽ ചെയ്യാൻ. അപ്പം ഇനിയും നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും കാണത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ, ഞാൻ വിട്ടുപോയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ ആൻസർ തരാം കേട്ടോ. അപ്പം ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കാശി. അതിനെ പേടിച്ചിട്ട് ആരും പോകാതിരിക്കണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. എൻ്റെ എക്സ്പീരിയൻസിൽ കാശി വളരെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. വൺസ് ഇൻ എ ലൈഫ് ടൈം ട്രൂലി എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.